എന്നെ ഉണ്ടല്ലോ പഠിക്കാൻ പ്രേരിപ്പിച്ചത് എൻ്റെ ക്ലാസ്മേറ്റാണ്. സബിൻ എന്ന പേരിട്ടാ. അവനിങ്ങനെ 24 hours പഠിക്കണം 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 ഇത് പറഞ്ഞ് ഇങ്ങനെ ഇതാക്കുമായിരുന്നു. ഫേസ്ബുക്കിലായിരുന്നു എന്നെ കണ്ടത്. അപ്പോഴാണ് മിണ്ടുന്നതും. അതിന് മുന്നേ ഒന്നും മിണ്ടിയിട്ടേ ഇല്ല. അവനോടാണ് ഞാൻ ഡൗട്ടുകൾ ചോദിക്കാറ്. ഞാൻ പറഞ്ഞില്ലേ, എടാ പണ്ട് പിന്നെ എന്തിനാടാ ഈ ചെക്കന്മാരൊക്കെ എൻ്റെ പുറകെ വന്നുകൊണ്ടിരുന്നത്? എനിക്കത് കാണുമ്പോൾ എന്താണെന്നറിയോ, എനിക്ക് ഇറിറ്റേഷനായിരുന്നു. നമുക്ക് പെൺപിള്ളേർക്കെല്ലാം നമ്മളെ പുറകെ ചെറുപ്പത്തിൽ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇറിറ്റേഷനായിരിക്കും. എനിക്ക് ഇറിറ്റേഷനായിരുന്നു കേട്ടോ. എൻ്റെ കാര്യം എനിക്കറിയാവേ, മറ്റുള്ളവരുടെ കാര്യം എനിക്കറിയില്ല. ഞാൻ എല്ലാവരുടെ ഇടയ്ക്ക് കയറി ഇങ്ങനെ വയ്യേ പോവുള്ള ഇടയെ കയറി പോവുള്ളൂ. നിങ്ങളെന്നെ കാണല്ലേ കാണല്ലേ ഓരോ ദിവസവും പ്രാർത്ഥിച്ചുകൊണ്ടാവുമെന്ന്, വേറെ വഴിയുമില്ല, പ്രാർത്ഥിച്ചുകൊണ്ടാണ് പോകുന്നത്. എന്നിട്ട് അപ്പം അവനാ പറഞ്ഞെടി, നിന്നെ കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു അന്ന്, ഭയങ്കര ഇതൊക്കെ ഭയങ്കര അട്രാക്ഷനായിരുന്നു. അതൊക്കെ കൊണ്ടാണ് ഈ ചെക്കന്മാരെല്ലാം നിൻ്റെ ഒപ്പരം പുറകെ വന്നതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പോടണം. ഞാൻ പറഞ്ഞത് കുന്ത ഒലക്കെയാണ്. ഞാൻ ഒന്ന് ചിരിച്ചിട്ട് പോലും ഇവരാരും എന്നെ കണ്ടിട്ടില്ല സ്കൂൾ ടൈമിൽ. ഞാൻ ഭയങ്കര ഇങ്ങനൊന്നുമല്ല, ആരോടും മിണ്ടാത്തൊരു സ്വഭാവമായിരുന്നു. ഞാൻ പിള്ളേർ എൻ്റെ വീട്ടിലുള്ളവരും എൻ്റെ നാട്ടിലുള്ളവരോട് അതേ മിണ്ടുള്ളൂ. അതിനപ്പുറത്തേക്ക് ആരോടും മിണ്ടില്ല. മിണ്ടാണ്ട് ക്ലാസ്സിൽ ചെന്നിരിക്കും. ആവശ്യത്തിന് മാത്രമേ സംസാരിക്കുള്ളൂ. പിന്നെ ടീച്ചറിനെയൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ആർക്കും നമ്മുടെ ക്ലാസ് ടീച്ചറിനെ ഇഷ്ടമല്ലായിരുന്നു. 3 കൊല്ലം ഒരു ടീച്ചറായിരുന്നു, ട്രീസാമ്മ എന്ന പേര്. ഭയങ്കര സ്ട്രിക്റ്റാന്ന് വെച്ചാൽ ഭയങ്കര സ്ട്രിക്റ്റാണ്. നമുക്ക് പൊട്ടിടാൻ പാടില്ല, കണ്ണെഴുതാൻ പാടില്ല, പിന്നെ മുടി ഇങ്ങനെ നിറുകയിൽ ചീകി ഇങ്ങനെ പിന്നി വേണം പോവാനായിട്ട്. മറ്റേ കുളിച്ചിട്ട് ഇങ്ങനെ പിന്നില്ല, ഇങ്ങനെയൊക്കെ വേണം പോവാൻ. ഒരു ബണ്ണിടാൻ പാടില്ല, നല്ലൊരു ഡ്രസ്സ് ഇടാൻ പാടില്ല. അന്നൊക്കെ മുസ്ലിംസിനിങ്ങനെ തട്ടമൊക്കെ നിർബന്ധമല്ലേ, അവരുടെ തട്ടം ഇടാൻ പാടില്ല, ഷോൾ ഇടാൻ പാടില്ല, മുട്ടിന് താഴെയുള്ള ഡ്രസ്സ് ഇടാൻ പാടില്ല, മുട്ടിന് താഴെയുള്ള ഡ്രസ്സ് ഇടാൻ പാടില്ല, മുട്ടിന് മുകളിൽ നിൽക്കണം. പിന്നെ ഇവർ ഈ മുസ്ലിംസ് ചുരിദാറല്ലേ ഇടുള്ളവർ, അവരെയൊക്കെ തച്ചിനടിക്കുമായിരുന്നു. എന്താണെന്ന് എനിക്കും അറിയില്ല അവരുടെ ആ ഒരിത്. കുറേ പിള്ളേർ പഠിത്തം നിർത്തി പോയിട്ടുണ്ട്. എനിക്കും അടി കിട്ടിയിട്ടുണ്ട് ഇഷ്ടം പോലെ. ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞില്ല, ഇങ്ങോട്ട് കൊണ്ട് നിർത്തിയിട്ട് നമ്മളെ ചന്തിക്ക് നോക്കി അടി